UDF കുട്ടനാട്ടിൽ ആശ്വാസം എന്നൊരു വാർത്ത വരുന്നു. UDF സ്ഥാനാർത്ഥി സജി ജോസഫ് ഇപ്പോൾ പത്രിക പിൻവലിക്കും എന്നുള്ളതാണ്. ഒടുവിൽ അനുനയ നീക്കം ഫലിച്ചുവെന്നാണോ? കുട്ടനാട്ടിൽ അത് വലിയ തലവേദനയാണ് UDF ഉണ്ടാക്കിയത്. ഇപ്പോൾ UDF ക്യാമ്പിന് വലിയ ആശ്വാസം പകരുന്ന വാർത്തയാണ്. അതോടുകൂടി ഇനി കൊയ്യം ജനാർദ്ദൻ മാത്രമേ കേരളത്തിൽ ഒരു ശക്തനായിട്ടുള്ള ഒരു വിമതനുള്ളൂ. ബാക്കി എല്ലാ വിമതരെയും UDF അനുനയിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും സജി എന്നുള്ളതാണ്. ആശ്വാസമായ UDF അതിൽ ഉറപ്പായും ആശ്വാസമാണ്. കാരണം ദീർഘമായി പല ചർച്ചകളും നടന്നിരുന്നു സജി ജോസഫുമായി ബന്ധപ്പെട്ട്. കുട്ടനാട്ടിൽ പേയ്മെന്റ് സീറ്റാണ് ജോസഫ് നൽകിയത് റെജി ചെറിയാനെന്ന് ആരോപിച്ചുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ നിന്നും ആലപ്പുഴയുടെ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് നാമനിർദ്ദേശ പത്രിക നൽകുന്നു. വിമതനായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അത് കുട്ടനാട്ടിൽ ഒരുപക്ഷെ UDF തിരിച്ചടിയായേക്കും എന്ന പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു, വിലയിരുത്തൽ ഉണ്ടായിരുന്നു. UDF ഇപ്പോൾ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. സജി പിന്മാറാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ സജിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടായിരുന്നു. ഈ സമയം എന്തെങ്കിലും രൂപത്തിലുള്ള ത്യാഗം തന്റെ ഭാഗത്ത് ഉണ്ടായാൽ അതിനുള്ള വില പാർട്ടി നൽകും എന്ന തരത്തിലുള്ള സന്ദേശം സജിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഏതായാലും അതിലൊരു തീരുമാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 11 മണിക്ക് സജി മാധ്യമങ്ങളെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട്. വിമതനായി സജി പത്രിക സമർപ്പിക്കുകയായിരുന്നു. അരുൺ പറഞ്ഞതുപോലെ വൈകാരികമായ നിമിഷമായിരുന്നു സജി ജോസഫിന്റെ മുൻപുള്ള വാർത്താ സമ്മേളനം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ വാർത്താ സമ്മേളനത്തിനിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സജി ജോസഫ് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത്. തനിക്ക് കിട്ടേണ്ട സീറ്റായിരുന്നു എന്ന തരത്തിലായിരുന്നു ആ സമയത്തെ പ്രതികരണവും. പിന്നീട് ജോസഫ് വിഭാഗത്തിന് കൊടുക്കുകയും കേരള കോൺഗ്രസിന് നൽകുകയും കേരള കോൺഗ്രസ് അത് റെജി ചെറിയാന് നൽകുകയും ചെയ്തതാണ്. ഏതായാലും അതിൽ അംഗീകരിക്കില്ല എന്ന് അമർഷം പ്രകടിപ്പിച്ചുകൊണ്ട് പാർട്ടിക്ക് പുറത്തേക്ക് വിമതനായി മത്സരിച്ച് UDF ക്യാമ്പിന് ആശ്വാസം, നമുക്കും ആശ്വാസം. സജി ജോസഫ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ യാത്ര തുടരുന്നു. കോഴിക്കോട്